ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ ദിവസമായി ഇപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ഇതിപ്പോൾ മോർണിംഗ് വാക്ക് 6 മണിക്ക് രാവിലെ നമ്മളിപ്പോൾ പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് കക്കാട് ഓവർപാസ് വരെ നടന്നിട്ടുള്ളൊരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നത്. ഇന്നിപ്പോൾ സ്വാതന്ത്ര്യദിനമൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ സ്കൂളിലെ ഓരോ പരിപാടിൻ്റെ ഓരോ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ബൈക്കൊന്നുമില്ല, നടന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് കക്കാട് ഓവർപാസ് വരെ ഒന്ന് പോയി നോക്കാം. വീഡിയോകൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ പൂർണ്ണമായും കാണുക. ഒരു 10-15 ദിവസമായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ കണ്ടുവെക്കാം പൂക്കിപ്പറം മുതൽ കക്കാട് ഓവർപാസ് വരെ. സുഹൃത്തുക്കളെ, വീഡിയോ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പൂക്കിപ്പറം അണ്ടർപാസിൻ്റെ ഇവിടുന്ന് ഇപ്പോൾ നമുക്ക് കാണാം കോയിച്ചന ഓവർപാസ് ആയിട്ടാണ് കാണുന്നത്. കോയിച്ചന ഓവർപാസ് ടു കക്കാട് ഓവർപാസ് വരെ അടിപ്പാത വരെ ഏകദേശം 6 വരിയുടെ ടാറിംഗ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് 2 സൈഡിലായിട്ട് ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്കുകളും സെൻറ്ററത്തെ ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നടന്നിട്ട് ആ ഏരിയ വരെ ഞാൻ നിങ്ങളെ കാണിക്കാം. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം കേട്ടോ. ആദ്യം നമുക്ക് പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ 2 തായ് ഭാഗം കാണിച്ചു തരാം. പറമ്പ് അണ്ടർപാസ് തായ് സർവീസ് റോഡാണ് കാണുന്നത്. ഇത് തെന്നല ഭാഗത്തേക്കുള്ള റോഡ്. അപ്പോൾ സർവീസ് റോഡിൻ്റെ ഇവിടെയൊക്കെ ഡ്രെയിനേജിൻ്റെ വർക്കും ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇതിൻ്റെ മുകളിൽ വെള്ളമൊക്കെ നിറഞ്ഞാൽ പുറത്തേക്ക് വന്ന് ഹോൾസിട്ട് അതിൻ്റെ ഓസൊക്കെ ഇട്ട് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ തുടക്ക സമയത്തിൽ ഈ 6 വരിപ്പാതയുടെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ സമയത്തൊക്കെ മഴ വന്ന സമയത്ത് ഇവിടെയൊക്കെ ഏകദേശം ഒരു അരക്ക് മുട്ടിനൊക്കെ വെള്ളം കെട്ടി നിന്ന വീഡിയോകൾ നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം കൂടുതൽ ഹോൾസിട്ട് അടിക്ക് പൈപ്പൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പോൾ സർവീസ് കൊണ്ടാണ് വെള്ളമൊക്കെ ഒഴുക്കി വിടുന്നത്. അതുപോലെ ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം ഇപ്പോൾ ഈ ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ട് 2 സൈഡിലും. ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഓടുന്നത് നമുക്കറിയാം കോയിച്ചന മുതൽ കക്കാട് വരെ മെയിൻ റോഡിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പാസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പൂക്കിപ്പറം അണ്ടർപാസ് കഴിഞ്ഞു. ഏകദേശം വെന്നിയൂര് മോഡേൺ ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്തേക്ക് പോവാണ്. അപ്പോൾ കുറച്ച് ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൂം ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അവിടുന്ന് കാണിക്കാം. അപ്പോൾ ഗേയ്സ്, പൂക്കിപ്പറം അണ്ടർപാസ് കഴിഞ്ഞു. നമ്മൾ വെന്നിയൂര് ഭാഗത്തേക്ക് എത്താനായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചൊരു ഏരിയയാണ് 2 സൈഡിലും. അതുപോലെ ഇപ്പോൾ കക്കാട് ആ ഏരിയയിലാണ് ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വാഹന ഗതാഗതർക്ക് വളരെയധികം ആ ഏരിയയിലുണ്ട് കേട്ടോ ഒരു വൈകിട്ടൊക്കെ സമയത്ത്. അതുപോലെ കക്കാട് ഓവർപാസിൻ്റെ അടിപ്പാതയുടെ ടാറിംഗ് വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും ബ്ലോക്ക് ഉണ്ടാവില്ല. ആളുകൾ പൊതുവെ ഒരു പരാതിയാണ് അവിടുത്തെ പണി പൂർത്തീകരിച്ചതിന് ശേഷം അതുവഴി വാഹനങ്ങൾ കടത്തി വിട്ടാൽ ഇവിടുത്തെ ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കാൻ ഇത്രയും ബ്ലോക്ക് ഉണ്ടാവില്ല എന്ന് പൊതുവെ ആളുകൾ ആ ഏരിയയിൽ പറയാറുണ്ട്. അപ്പോൾ അവിടുത്തെ വളരെ ബ്ലോക്ക് 2 സൈഡിലും അങ്ങനെ തന്നെ നല്ല വൈകുന്നേരം രാവിലെയൊക്കെ നല്ല ബ്ലോക്കാണ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ പൂക്കിപ്പറമ്പ് കഴിഞ്ഞ് വെന്നിയൂര് അണ്ടർപാസിൻ്റെ അയലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ കണക്ക് ടാറിംഗ് വർക്കൊക്കെ കഴിഞ്ഞ് ഡ്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞ് സ്ട്രീറ്റ് ലൈറ്റൊക്കെ കംപ്ലീറ്റ് വെച്ച് കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അതുകൊണ്ട് ക്ലാരിറ്റി കുറച്ച് കുറവുണ്ട്, കാരണം മഴക്കാറുണ്ട്, മൂടിക്കെട്ടി നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ഗൈസ് ഇവിടുത്തെ മോഡേൺ ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗമൊക്കെ കാണാം. ഇവിടെ പൊതുവേ ആ നേരെ റൈറ്റ് സൈഡിൽ കുറേ ഉയർന്ന ഭാഗമായിരുന്നു. അവിടെയൊക്കെ മണ്ണ് താഴ്ത്തിയെടുത്ത് സൈഡ് വാള് ചുമര കണ്ടില്ല നിങ്ങൾ, ചുമര് കോൺക്രീറ്റ് വാളിൽ ഉയർത്തിയൊരു ഏരിയ ആണ്. സൂം ചെയ്ത് കാണിച്ചു തരാം. ആ ഏരിയ അവിടെ ഒന്ന് ഉയർത്തിയിട്ടാണ് മണ്ണ് താഴ്ത്തിയെടുത്താണ്. ഈ ഭാഗത്തൊക്കെ ആദ്യം ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് വെന്നിയൂരെത്തിയിട്ട് കുറച്ചുകൂടെ ആ ഏരിയ കാണാം. അതുപോലെ പൂക്കിപ്പറമ്പ് അണ്ടർപാസ് കഴിഞ്ഞാൽ നമ്മുടെ സർവീസ് റോഡ് പോലുള്ള എക്സിറ്റ് ഇവിടുന്ന് കേട്ടോ നേരെ ഓപ്പോസിറ്റ് അതുപോലെ ഉണ്ട്. സ്കൂളിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ ഒരു സർവീസ് റോഡിലേക്ക് സർവീസ് റോഡ് വാഹനങ്ങൾ കയറാനുള്ള, അതുപോലെ മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡ് പോകാനുള്ള ഇവിടെ കേട്ടോ. അപ്പോൾ റോഡിൻ്റെ സെൻറ്ററിലാണ് ഇപ്പം നമ്മളുള്ളത്. സെൻറ്ററിൽ നിന്ന് വീടെടുക്കുമ്പോൾ 2 ഏരിയ ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ കേട്ടോ ഞാൻ പറഞ്ഞേ കണ്ടില്ല ഉയർന്നു നിൽക്കുന്നത്. ഇവിടെ നല്ല താഴ്ചയിൽ മണ്ണെടുത്താണ്. ഏകദേശം 3 മീറ്ററോളം താഴ്ചയിൽ മണ്ണെടുത്ത ഏരിയയാണ്. അങ്ങനെ വെന്നിയൂര്
ഈ റീച്ചില് വെന്നൂര് പൂക്കിപ്പറമ്പ് അണ്ടർപാസ്, വെന്നൂർ അണ്ടർപാസ്, കരിമ്പിൽ അണ്ടർപാസ്, കക്കാട് ഓവർപാസ്, അങ്ങനെ 3 പാലങ്ങളാണ് വരുന്നത്. 2 അണ്ടർപാസും 1 ഓവർപാസും. ഇനി ഇവിടെ ഫൈനലായിട്ടുള്ള ടാറിംഗ് വർക്കുകളാണ് നടക്കാനുള്ളത്. ആ ഫൈനൽ ടാറിംഗ് വർക്കിന്റെ മുന്നോടിയായിട്ടുള്ള ഇനി ഈ സെൻട്രൽ ഡിവൈഡറുള്ള ഈ ക്യാപ്പിട്ട ഈ ഭാഗമുണ്ടല്ലോ, ഈ ഭാഗങ്ങളിലെ സിമെന്റ് വർക്കുകൾ ചെയ്യാണ്ട്, അതുപോലെ ഇത് ഗ്രൈൻഡർ ആയിട്ട് ഇതൊന്ന് ചെത്തി മിനുക്കാനുണ്ട്. അപ്പൊ കക്കാട് ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് അതിന്റെ വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ കക്കാട് കരിമ്പിൽ ആ ഏരിയയിൽ അതിന്റെ സിമെന്റ് എന്ന വർക്കുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ എത്തിയിട്ട് നമുക്ക് അതൊക്കെ കാണാം. ഇവിടുന്നാണ് നോക്കി വെന്നൂരത്തിന് മുമ്പായിട്ട് നമുക്കിവിടെ സർവീസ് റോഡിന്റെ ആ ഏരിയ നല്ലൊരു കാഴ്ചയാണ് ഇവിടെ ഈ ടേണിങ്. അതുപോലെ ഈ ഇവിടെ ഈ ഡ്രെയിനേജിലേക്കുള്ള വെള്ളം, ഇവിടെ നിന്നുള്ള വെള്ളമൊക്കെ ഈ ഭാഗത്തല്ലേ ഓസിട്ട ഭാഗത്ത് ആ ഹൈറ്റിനൊപ്പിച്ച് വരാൻ ഫൈനൽ ടാറിങ് വർക്ക് കഴിയുന്നതോടെ ആ ഓസിനൊപ്പിച്ച് ഹൈറ്റ്, ഈ റോഡിന്റെ ഹൈറ്റ് ലെവലായി വരും കേട്ടോ. അതല്ലേ ഇവിടെയൊക്കെ നല്ല വെള്ളം കെട്ടുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് അടുപ്പിച്ചതിൻ്റെ 4-5 ഹോസാണ് ഇവിടെ ഇട്ടുള്ളത്. നമ്മൾ പൂക്കിപ്പറമ്പ് ആ ഏരിയക്ക് ഒന്ന് റൗണ്ട് ചെയ്ത് മൊത്തത്തിൽ നിങ്ങളെ കാണിക്കട്ടോ. അതുപോലെ ഓരോ അങ്ങാടി എത്തുമ്പോൾ സൈൻ ബോർഡ്, ഇത് കാച്ചടി, വെന്നൂര്, കക്കാട്, പൂക്കിപ്പറമ്പ്, അങ്ങനെ എല്ലാ അങ്ങാടിയിലും ഇതുപോലെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. അതിന് കാലെത്തിയിട്ടുണ്ട്. ഈ ബോർഡൊക്കെ സെറ്റ് ചെയ്യാണ്ട് ഗൈസ് നമ്മളിവിടെ എത്തിട്ടോ. ഇവിടെയാണ് പിന്നെ തായ്ച്ചിയിൽ മണ്ണെടുത്തൊരു ഏരിയ. ഏകദേശം ഒരു 4 മീറ്റർ ഹൈറ്റ് എന്നാണ് തായ്ച്ചിന്നാണ് മണ്ണെടുത്ത് മാറ്റി സൈഡ് ചുമരിൻ്റെ വർക്കുകൾ. നേരെ ഓപ്പോസിറ്റ് ഒരു 1/2 മീറ്റർ അല്ല 1 മീറ്റർ ഹൈറ്റിനാണ് തായ്ച്ചിന്ന് മണ്ണെടുത്ത് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഉയർന്നൊരു ഏരിയ ആയിരുന്നു. മണ്ണെടുത്ത് ലെവലായി വന്നോടെ പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ ആ ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് റോഡ് സ്ട്രൈറ്റ് ആയിട്ട് വെന്നൂർ അണ്ടർപാസിൻ്റെ ആ ഏരിയയിലെത്തും. വെന്നൂർ അണ്ടർപാസ് വന്നതോടെ തന്നെ റോഡ് ഉയരും. അതുപോലെ പൂക്കിപ്പറമ്പ് അണ്ടർപാസ് റോഡ് ഉയരും. നമ്മൾ ആ ഏരിയ കണ്ടു. ഇനി വെന്നൂർ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ കുറച്ചും കൂടി ഇവിടെ എത്താണ്ട് നടന്നതായതുകൊണ്ട് കൂടുതൽ ലെങ്ത് ഒരുപാട് കൂടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. വീഡിയോക്ക് നടന്നിങ്ങനെ പോകില്ലേ. അപ്പോൾ ഓക്കെ, ആ കാണുന്നതാണ് വെന്നൂർ അണ്ടർപാസ്. ഇവിടുന്ന് അങ്ങോട്ട് സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ പണി പൂർത്തീകരിച്ചിട്ടോ. ഇതിൽ ഞങ്ങൾ സ്ട്രീറ്റ് ലൈറ്റ്, സൈഡ് വാള്, ടാറിംഗ് വർക്ക്, സെൻട്രൽ ഡിവൈഡർ. അപ്പോൾ ഇനി മെയിൻ ഒക്കെ ഫൈനൽ ടാറിംഗ് വർക്കേ ഉള്ളൂ. അതിനുള്ള എല്ലാ സെറ്റപ്പിലാണ്. KNRസിൽ ഇന്നിപ്പോൾ സ്വാതന്ത്ര്യദിന ഒക്കെ ആയതുകൊണ്ട് തന്നെ KNRസിൽ വർക്ക് ഇവിടെ നടക്കുന്നുണ്ടോ എന്നുള്ള അറിയില്ല. പൊതുവെ കാലത്തന്നെ ഇവിടെ വർക്കുകളൊക്കെ ആരംഭിക്കാറുണ്ട്. കാലാവസ്ഥ ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ട് ഇനി ഇത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയില്ല. ഏതായാലും രാവിലെ നടക്കാറുണ്ട്. നമ്മൾ നടന്ന് വെന്നൂർ അണ്ടർപാസിൻ്റെ ആ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നിന്നുള്ള ആ വ്യൂ കാണിച്ചു തരാം. ഇവിടെ നിന്നാണ്ട് അടിപൊളി കാഴ്ച കേട്ടോ. നല്ല സ്ട്രൈറ്റ് ആയിട്ട് ഏകദേശം റോഡൊക്കെ ഇങ്ങനെ ഒരേ ലെവലിൽ കാണാനുമ്പോൾ ഇവിടുന്ന് കാച്ചടി പെട്രോൾ പമ്പ് ഉണ്ടല്ലോ, അപ്പോൾ കൊടിമരം ആ ഭാഗത്ത് വരെ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ് ടാറിംഗ് വർക്കുകളും ഫൈനൽ ടാറിംഗ് വർക്കുകളും ഇതിനൊക്കെ പെയിൻ്റ് അടിച്ച് 3 ലൈനിലെ ട്രാക്കൊക്കെ ഇട്ട് ഈ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ കത്തി സൈഡിൻ്റെ വാളിൻ്റെ പെയിൻറ്റിങ് പണി, സെൻറ്ററത്തെ ഡിവൈഡറിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് വാഹനങ്ങളെ അങ്ങോട്ട് പാസ് ചെയ്യാൻ 3 ലൈനായിട്ട് ഈ ഏരിയയിലും 3 ലൈനായിട്ട് ആ ഏരിയ കൂടെ ഇങ്ങനെ കടന്നു പോകുന്ന കാണാം. അതുപോലെ ഇങ്ങനെ കടന്നു പോകാൻ ഇനി കുറഞ്ഞ ദിവസങ്ങളുള്ളൂ സുഹൃത്തുക്കളെ. പൂക്കിപ്പറമ്പ് ടു കോയിച്ചര മുതൽ കക്കാട് വരെ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ടിപ്പോൾ കുളപ്പുറം ഭാഗത്തേക്ക് പണികൾ ഇനി നടക്കാണ്ട്, ഒരുപാട് പാടത്തെ വർക്കുകളൊക്കെ നടക്കാണ്ട്, വളരെ പാട ഏരിയകളിലൊക്കെയാണ് വളരെ ടഫായിട്ട് ഉള്ള ഒരു ഏരിയ. ഏതായാലും അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി അണ്ടർപാസ് വെപ്പിച്ച് വരുന്ന വർക്കുകളൊക്കെ തകൃതിയ നടക്കുന്നുണ്ട്. ഏതായാലും അടുത്തൊരു വീട്ടിൽ നമ്മൾ ഉൾക്കൊള്ളിച്ച് നിങ്ങളെ കാണിക്കുന്നതാണ്. ഇന്നിപ്പോൾ
നമ്മൾ ഇങ്ങനെ കാലത്ത് മോർണിംഗ് വാക്കിംഗ് രാവിലത്തെ നടത്തത്തിൽ കൂടിയുള്ളൊരു വീഡിയോ ഒക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് 15 ദിവസത്തിലേറായി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പം ഇനി കൂടുതൽ അപ്ലോഡ് ചെയ്യാഞ്ഞാലും പ്രശ്നമാണ് ചാനലിൽ. നമ്മുടെ ചാനലിൻ്റെ മോണിറ്റേഷൻ പോയി കിടക്കുകയാണ് 3 മാസത്തോളമായി. അപ്പോൾ ഇന്നാണിപ്പോൾ അതിൻ്റെ ഒരു അപ്ലൈ കൊടുക്കുന്ന ദിവസം. ഇന്ന് കൊടുത്തിരുന്നു, 3 മാസം കഴിഞ്ഞ് ഇന്നാണ്. അപ്പോൾ ഇന്ന് നാളത്തെ അത് കൊടുക്കണം. നാളെയാണ് അതിപ്പോൾ റെഡിയായി വരുന്ന ദിവസം. അപ്പോൾ അത് റെഡിയാക്കാണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇങ്ങനെ വീഡിയോക്ക് ഡിലേ വന്നാലും അതും പ്രശ്നമാണ്. അപ്പോൾ 10-15 ദിവസമായി. ഒന്ന് രാവിലെ തന്നെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യാന്നൊക്കെയാണ് വിചാരിക്കണത്. അങ്ങനെ വെന്നിയൂര് അണ്ടർപാസിന് ഇവിടെ എത്തിട്ടോ. വെന്നിയൂർ ജുമാഅത്ത് പള്ളി നമുക്കറിയാം, ദേശീയപാതയിൽ പല ഭാഗത്തും നമ്മൾ വീട്ടിൽ പറയാറുണ്ട് ഖബർസ്ഥാൻ പോയൊരു ഏരിയ. ഒന്ന് വെട്ടിച്ചിറ, വെന്നിയൂര്, കക്കാട്. അതിൽ കൂടുതലായിട്ട് ഖബർസ്ഥാനുകൾ മാറ്റി മറവ് ചെയ്ത സ്ഥലം വെട്ടിച്ചിറയിലാണ്. വെന്നിയൂരിൽ അതുപോലെ മാറ്റി മറവ് ചെയ്യുന്ന ആ വീഡിയോകളൊക്കെ മുന്നേ നമ്മൾ കണ്ടിരുന്നു, കക്കാടും. അപ്പോൾ ആ ഒരു പള്ളീൻ്റെ അടുത്ത്, വെന്നിയൂര് പള്ളിൻ്റെ അടുത്ത് ഇവിടെ എത്തിയിട്ടാണ്. അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള കൊടക്കല്ല് തന്നെ ഭാഗത്തേക്കുള്ള റോഡും 2 സൈഡും കാണിക്കാൻ പറ്റില്ലെങ്കിലും ഒരു സൈഡ് കാണിക്കാം. കാരണം ഇതുവഴി ഇങ്ങോട്ട് നമ്മൾ ചാടി കിടക്കണ്ടേ. അങ്ങനെ വെന്നിയൂര് അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച ഇനി കാണിക്കാം. അത് കഴിഞ്ഞാൽ KNRസിൻ്റെ ഓഫീസ്, കൊടിമരം, കാച്ചടി കഴിഞ്ഞാൽ കരിമ്പിൽ അണ്ടർപാസ്, അതുപോലെ കരിമ്പിലങ്ങാടി, ആലൻചുവട്, കക്കാട് ഓവർപാസ് വരെയാണ് നമ്മളിന്ന് നിങ്ങളോട് പറഞ്ഞത് പോകാൻ. ഇന്നത്തെ വീഡിയോ കാണിക്കാതെ പറഞ്ഞത്. ഏതായാലും നടന്നിട്ടുള്ള വീഡിയോ ആദ്യമായിട്ടാട്ടോ അത്ര ലോങ്ങിൽ. അതൊരു വെറൈറ്റി അല്ലേ, എന്നാൽക്കാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ വെന്നിയൂര് അണ്ടർപാസിന്റെ മുകളിലേക്ക് കേട്ടോ പള്ളി. ഞാൻ ആ ഏരിയ പള്ളിന്റെ ഖബർസ്ഥാൻ ഏരിയ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ ഗൈസ് നമ്മൾ ഈ ഏരിയയിലെത്തി. ഇവിടുന്ന് സർവീസ് റോഡ് ഇങ്ങനെ ഇരിച്ചാൽ ഇവിടെ നിന്നൊക്കെയാണ് ഖബർസ്ഥാനം മാറ്റിയത്. വലിയൊരു ഏകദേശം ഒരു 100 മീറ്റർ നീളുടെ ഇനി പള്ളിയൊക്കെ കയറാൻ. ഇതിപ്പോൾ പകുതിയായി ചുരുങ്ങി റോഡെന്നോടെ. അപ്പോൾ ഓക്കെ, ഇവിടെ നമ്മൾ ചന്ദ്രക്കനെ പോവാം. അവിടെ ചളിയാ. അങ്ങനെ നടന്ന് നമ്മൾ വെന്നിയൂർ അണ്ടർപാസിന്റെ മുകളിലെത്തി. ഈ പൂക്കിപ്പുറം അണ്ടർപാസ്, അതുപോലെ വെന്നിയൂർ അണ്ടർപാസ് എത്തുന്നിടത്തൊക്കെ നമുക്ക് അങ്ങോട്ട് റോഡിന് ക്രോസ് ചെയ്ത് പോകാനുള്ള ആ ഡിവൈഡറൊക്കെ നീക്കിയിട്ടുണ്ട്. നമുക്ക് ആ സൈഡും ഈ സൈഡും കാണിക്കാൻ പറ്റും. അപ്പോൾ വെന്നിയൂർ അണ്ടർപാസിനെ പറ്റി അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അണ്ടർപാസിൻ്റെ 2 സൈഡും നിങ്ങളെ കാണിക്കാൻ പറ്റും. അപ്പോൾ വെന്നിയൂർ അണ്ടർപാസിന് മുകളിൽ നിന്നുള്ള തെന്നല ഭാഗത്തേക്കും നേരെ ഓപ്പോസിറ്റ് ആദ്യം മാർക്കറ്റൊക്കെ ഉണ്ട ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയിലേക്കും വീഡിയോ എടുക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് പൂക്കിപ്പറമ്പ് ആ ഏരിയക്കുള്ള ഒരു വീഡിയോ അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. മൊത്തത്തിൽ റൗണ്ട് കാണിച്ചാൽ അപ്പോൾ ഇത് അങ്ങാടി. ഇതാണ് ഇപ്പോൾ ബിൽഡിംഗ് കണ്ടില്ല. ഇങ്ങനെ വന്നാൽ കുറഞ്ഞൊരു ഭാഗത്തിന് മുകൾ ഭാഗമൊക്കെ ഇങ്ങനെ കാണാം അങ്ങാടിൻ്റെ. ആദ്യം നമ്മൾ ഈ സൈഡിൽ നിന്നുള്ള സർവീസ് റോഡിൻ്റെ ആ ഭാഗം ഒന്ന് കാണിച്ചു തരാം. പൂക്കിപ്പറമ്പ് ഏരിയയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അവിടെ ഇങ്ങനെ തിരിച്ചാൽ കാച്ചടി ഭാഗത്തേക്ക് അവിടെയൊക്കെ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ ആ ഏരിയയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ താഴ് ഭാഗത്താ സൈഡിൽ പൈപ്പൊക്കെ ഇങ്ങനെ വെള്ളം, മുകളിൽ നിന്നുള്ള വെള്ളം താഴേക്ക് പാസ് ചെയ്യാനും വേണ്ടി ഷുഗറിന് ഓസ് ഫിറ്റ് ചെയ്ത ആ ഏരിയയൊക്കെ നമ്മൾ കാണുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ഏരിയ എടുത്തില്ല. ഇവിടുന്ന് സർവീസ് റോഡിന് പൂക്കിപ്പറമ്പ് ആ ഏരിയയാണ്. ഇങ്ങോട്ട് കൊടക്കല്ല്, തെയ്യാല, തെന്നല ആ ഭാഗത്തേക്ക് പോകുന്ന റോഡാണിത്. ഇവിടെ അങ്ങോട്ട് വെന്നിയൂർ കാച്ചടി ഭാഗത്തേക്കുള്ള റോഡ്. അപ്പം നമ്മൾ ഇനി വെന്നിയൂര് കഴിഞ്ഞാൽ പിന്നെ KNRസിൻ്റെ ഓഫീസ്, കൊടിമരം എത്തുന്നതിന് മുമ്പായിട്ടാണ് KNRസിൻ്റെ ഓഫീസ്. അപ്പോൾ ആ ഏരിയയിലെ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മാറ്റില്ല, പുറത്തുനിന്ന് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നമുക്ക് കൊടിമരം, കാച്ചടി ആ ഏരിയത്തെ വീഡിയോ ഒക്കെ ഞങ്ങളെ കാണിക്കാം. പോയോക്കാം. ആറിയം വർക്ക് നടക്കണ്ടല്ലോ, KNRസിൻ്റെ വിസിബിൾ സ്പ്രേ വർക്ക്. ഇതിൻ്റെ വണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗേയ്സ് നമ്മൾ വെന്നിയൂര് കഴിഞ്ഞ് കൊടിമരം ആ ഏരിയയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ദേശീയപാത 6 വരി നമ്മുടെ
കോയിച്ചന മുതൽ അങ്ങോട്ട് എഡ്രിക്കോട് ഭാഗത്തേക്കൊക്കെ വർക്കുകൾ നല്ല നടക്കാനുണ്ട്. കാറിംഗ് വർക്ക് കഴിഞ്ഞൊരു ഏരിയ അതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നടന്ന് വീഡിയോ എടുക്കാൻ പറ്റും, സുഖകരമായിട്ട്. ഒരേ ചളി പുലിയൊക്കെ അതുകൊണ്ട് തന്നെ കുണ്ടി ചാടിയിട്ടൊക്കെ വീഡിയോ ഞങ്ങളെ കാണിക്കുക. ഇതാകുമ്പോൾ ഒരു സുഖമാണ് നടന്ന് പോകാൻ. കാട് കഴിഞ്ഞാൽ അവിടെ നിന്ന് കൂരിയാട് കുളപ്പുറം ആ ഏരിയ അങ്ങനെ തന്നെയാണ്. അവിടെയും വർക്ക് കിടക്കാതെ ചളി പുലിയാണല്ലോ. കാറിംഗ് വർക്കുകളൊന്നും അല്ല, അണ്ടർപാസിന് ഒപ്പിച്ചുള്ള മണ്ണിട്ട് വരുന്ന വർക്കുകളൊക്കെയാണ് അവിടെ ചെയ്യാനുള്ളത്. അങ്ങനെ നമ്മൾ KNRCൻ്റെ ആ ഏരിയയിൽ നിന്നൊക്കെ വീഡിയോ കാണിക്കട്ടോ. KNRCൻ്റെ ഓഫീസ് കൊടിമരൊക്കെ എത്തുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് നമ്മൾ വന്ന ഒരു ഏരിയ വെന്നിയൂർ, ആ ഏരിയ ഒന്നുകൂടി ഞാൻ കാണിക്കാം. ഒന്ന് സൂം ചെയ്ത് കാണിച്ചിട്ട്. വെന്നിയൂർ വന്ന ഏരിയ കേട്ടോ. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം ഒന്ന് റൗണ്ട് ചെയ്ത് നമ്മൾ KNRCൻ്റെ മുൻവശത്ത് ഇവിടെ നിന്നാണ് കാണാം. നമുക്ക് സൂമിങ് ഓഫീസിൻ്റെ ആ ഏരിയ ഒക്കെ അവിടെ നിന്ന് കാണാണ്ട. അവിടെ എത്തിയിട്ടാണ് ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ കരിമ്പിലെത്താനായിട്ടുണ്ട്. ഇവിടെ നിന്നൊരു കിലോമീറ്റർ. ഇപ്പൊക്കെ കക്കാട് നിന്ന് കോയിച്ചന വരെ ഈ മെയിൻ റോഡിൽ വാഹനം കടന്നു പോണേ 2 മിനിറ്റോട് എടുത്തിട്ടോ. അത്രയും ഫാസ്റ്റാണ് വാഹനങ്ങളൊക്കെ ഓടുന്നത് തന്നെ. ആദ്യമൊക്കെ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് ആ ഭാഗത്തേക്ക് കടക്കുമ്പോൾ തന്നെ വാഹനങ്ങൾ എത്ര ദൂരത്താണ് നിൽക്കുന്നത് അറിയാം. പെട്ടെന്നാണ് നമ്മൾ അടുത്തെത്തുന്നത്. അത്രയും വേഗത നമ്മൾ അറിയാൻ കഴിയില്ല. അപ്പോൾ വാഹനങ്ങളൊക്കെ ഇതുവഴി കടന്നു പോകുമ്പോൾ ആൾ ക്രോസ് ചെയ്യുന്നുള്ളത് വളരെ ശ്രദ്ധിച്ചോട്ടി. നമ്മൾ വിചാരിക്കും ഇവിടെ എത്തിയില്ല എന്നുള്ളത്. പക്ഷേ അവിടെ കടക്കുമ്പോൾ തൊട്ടടുത്തേക്ക് ഇങ്ങനെ വാഹനം, അത്രയും വേഗതയിലാണ് വാഹനങ്ങളൊക്കെ ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ ഗേസ് അതെല്ലാവരും ശ്രദ്ധിക്കുക. അങ്ങനെ KNRCൻ്റെ ഓഫീസിൽ ഇവിടെ എത്തി. TKH കൺവെൻഷൻ സെൻറ്റർ നമ്മളെ ഹൈവേ മാർക്കറ്റ്. ഇതിന് ഉദ്ഘാടന സമയത്തൊക്കെ കിടലായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു ഇവിടെ കച്ചവടം കാര്യങ്ങളൊക്കെ. ദേശീയപാത മെയിൻ റോഡൊക്കെ വന്ന് ആറുവരിപ്പാതൊക്കെ എടുത്ത് മാറ്റിയതോടെ അതിൻ്റെ ഉഷാറൊക്കെ പോയി. അതുപോലെ ഇവിടുത്തെ ഈ ഫർണിച്ചർ കട അത് ക്ലോസ് ചെയ്തിട്ടുണ്ടല്ലോ. വിറ്റയിക്കലൊക്കെ ഉണ്ട് ഇവിടെ. വെന്നൂർ കഴിഞ്ഞ് HP പമ്പ്. ഇതാണ് KNRCൻ്റെ ഓഫീസ്. ഇവിടെ സ്ട്രിപ്പിൽ മറ വെട്ടിയോടെ ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല. ഈ ഉള്ളിൽ പോകാനും പറ്റില്ല. അവിടുന്ന് പുറത്തുനിന്ന് ഇങ്ങനെ കാണിക്കട്ടോ. അങ്ങനെ കൊടിമര അങ്ങാടിയാണ് കാണുന്നത്. ഇവിടെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ എക്സിറ്റ് ഉണ്ട്. നമ്മൾ സർവീസ് റോഡ് ഇങ്ങോട്ട് കയറാനും മെയിൻ റോഡിൽ നിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനൊക്കെ ഉള്ള റോഡ്. അത് ഇപ്പോൾ എല്ലാ അങ്ങാടികളും ഒരു 3 കിലോമീറ്റർ 2 കിലോമീറ്റർ ഒക്കെ ആയാലും 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഉള്ളിൽ വണ്ടികൾ പാസ് ചെയ്യാൻ സൗകര്യമനുസരിച്ചുള്ള എക്സിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സൈൻ ബോർഡ് കാണാം. അതിന് കാലൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണ്ടിയിട്ടാണ്. സിമെൻ്റൊക്കെ മിക്സ് ചെയ്യുന്ന മിഷനറീസാണ് ഇവിടെ പുറത്ത് കാണുന്നത്. അതുപോലെ അവിടെ റോഡിനൊക്കെ KNRCൻ്റെ ടോറസ് ലോറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. മെറ്റൽ എംസാൻഡ് അതുപോലെ കാറിങ്ങൊക്കെ മിക്സാക്കി കൊണ്ടുള്ള വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട്. ആ കാറ്റുകെട്ട കാണുന്നത് കൊടിമരം ഏരിയയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കാച്ചടി ആ ഏരിയയിലെ എത്രത്തോളമാണ് പുതിയ വർക്കുകൾ, വാഹനങ്ങളൊക്കെ ഏത് വഴിയാണ് കടന്നു പോകുന്നത്, സർവീസുകൾ വാഹനങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് അവിടുന്ന് കാണാം. ഗേയ്സ് ഇവിടെ എങ്ങനെയാണ്, ഇവിടെ സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡ് കയറാൻ HP പമ്പ് ഉണ്ടല്ലോ, നമ്മൾ കണ്ട നീര് കഴിഞ്ഞോടല്ല ആ പമ്പിൻ്റെ അവിടെ ഇട്ടിട്ടുള്ളത്. ഇവിടെ അതിനുവേണ്ടി കാച്ചടി അങ്ങാടിയിലാണ് ഈ ഇവിടുന്ന് ലെഫ്റ്റ് ഭാഗത്തേക്കുള്ള സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിൽ കയറാനുള്ള വഴി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്ക് പോകാനുള്ള വൈകിട്ടായ ഏരിയ ഞാൻ അവിടെ തിരി കാണിക്കാം. ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് HP പെട്രോൾ പമ്പ്, HP പമ്പിൻ്റെ ആ ഏരിയയിലാണ്. അപ്പോൾ കൊടിമരത്തു നിന്നുള്ള മൊത്തത്തിൽ റൗണ്ട് ചെയ്ത് കാണിക്കട്ടോ. കൊടിമരം ഒന്നും തിരിച്ചറിയില്ല, കൊടിമരമാണോ ആദ്യത്തെ കൊടിമരം ഇപ്പോഴത്തെ കൊടിമരം കണ്ടാൽ വളരെ വ്യത്യാസമാണ്. മൊത്തത്തിൽ കൊടിമരം അങ്ങാടി ഒന്ന് റൗണ്ട് ചെയ്ത് ഞങ്ങൾ കാണിക്കുകയാണ്. ഞങ്ങൾ മുനിസിപ്പൽ ചെയർമാൻ KP മുഹമ്മദ് കുട്ടിയുടെ വീടിൻ്റെ ഈ ഭാഗത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി കാച്ചടി അങ്ങാടിയിൽ, അതുപോലെ കാച്ചടിയിലെത്തി ഞാൻ പറഞ്ഞ തൃശ്ശൂർ ഭാഗത്തുനിന്ന് വാഹനങ്ങൾ കോട്ടക്കൽ തൃശ്ശൂർ ഭാഗത്ത് വരുമ്പോൾ ഇവിടെ നിന്നാണ് സർവീസ് കൊണ്ട് കയറാനുള്ള വഴിയിട്ടുള്ളത്. അവിടുന്ന് കൂട്ടിപ്പറമ്പ് ഭാഗത്തുനിന്ന് വാഹനങ്ങൾ സർവീസിലൂടെ കടന്നു വരുമ്പോൾ മെയിൻ റോഡിലൂടെ കയറാനുള്ളതും ഈ ഏരിയയിൽ മെയിൻ റോഡിൽ ഇങ്ങോട്ട് കയറാൻ ഇങ്ങനെ കക്കാട് കോഴിക്കോട് ഭാഗത്തേക്ക് പോകാം. അപ്പോൾ ആ ഏരിയയിൽ ഇപ്പോൾ നമ്മൾ എത്താനായിട്ടുണ്ട്. അങ്ങനെ കാച്ചടി ഇട്ടത്, കാച്ചടി
കാച്ചടി കഴിഞ്ഞില്ല. അപ്പം നമ്മൾ വന്ന അവിടുന്ന് ഇവിടം വരെ 6 വരിയുള്ള ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയ. ഇനി ഫൈനൽ ടാറിംഗ് കിടില കേട്ടോ, അടിപൊളിയാവും. അപ്പോൾ കുറച്ചിങ്ങനെ വെളിച്ചം വെച്ച് വരുന്നുണ്ട്. വാഹനങ്ങളൊക്കെ കൂടി വരുന്നുണ്ട്. വാഹനങ്ങളുടെ വേഗത ഒക്കെ ഞാൻ കാണിച്ചു തരാം, എത്ര സ്പീഡിലാണ് വണ്ടികൾ പോകുന്നതൊക്കെ കാണിച്ചു തരാം. അങ്ങനെ കാച്ചടിയിലെത്തിട്ടാ. കാച്ചടിയുടെ ഇന്നത്തെ ഒരു അവസ്ഥ, നമ്മൾ ആദ്യമൊക്കെ കാച്ചടിയിൽ ജുമാഅത്ത് പള്ളി നിന്ന സ്ഥലം, ആ ബസ് സ്റ്റോപ്പൊക്കെ ഇവിടെ നിന്ന സ്ഥലം ആണ് ആ കാണുന്നത് കേട്ടോ. ഈ സെൻറ്റർ ബിൽഡിംഗ് ഒക്കെ പൊളിച്ച് മാറ്റി ഇവിടെ വളവ്, നല്ല വളവായിരുന്നു. ആ വളവ് നിവർത്തി, എന്നാലോ ഇപ്പോഴും വളവ് ചെറുതായിട്ടൊക്കെ ഉണ്ട്. അന്നത്തെ നല്ലൊരു വളവായിരുന്നു. ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഏരിയയിൽ പൊതുവെ ഒരു അപകടമുള്ള ഒരു ഏരിയ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഏകദേശം വളവൊക്കെ നിർത്തി അപകടങ്ങളൊന്നും ഇല്ലാത്ത തന്നെ വാഹനങ്ങൾ ഇനി ഓടിച്ച് പോകാൻ പറ്റും. ഈ ഇന്നത്തെ കാച്ചടി ഞാൻ കാണിച്ചുതരാം. ഇന്നത്തെ കാച്ചടി അന്ന് നമുക്കറിയാം ഇവിടെയൊക്കെ ബിൽഡിംഗ് ഉണ്ടായില്ലേ. കാച്ചടി അങ്ങാടിയാണ്. പൊതുവെ നല്ലൊരു വളവും തിരിവുള്ളൊരു ഏരിയ ആയിരുന്നു ആദ്യം. ഇന്നിപ്പോൾ കവിൻ്റെ പരമാവധിയൊക്കെ നിവർത്തി, എന്നാൽ കുറഞ്ഞൊരു വളവുണ്ട് കേട്ടോ. ഒരു അപകട മേഖലയൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്ന ഈ ഏരിയ. ഇന്നിപ്പോൾ വീതി കൂടിയോണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹാരമായി. ഇനി നമ്മൾ പറഞ്ഞ പൂക്കിപ്പറമ്പ് ഭാഗത്ത് നിന്ന് സർവീസ് കൊണ്ട് കയറിയാൽ മെയിൻ റോഡിലേക്ക് വരാനുള്ള റോഡാണ് ഈ കാണുന്നത്. ഇവിടുന്ന് തൃശ്ശൂർ റോഡ്, മെയിൻ റോഡ് സർവീസ് റോഡിലേക്ക് പോവാം. ഇതാട്ടോ ആ റോഡ്. ഇവിടെ നേരെ ഓപ്പോസിറ്റ് നമ്മളെ സർവീസ് റോഡിലും മെയിൻ റോഡിലൊക്കെ കയറാനുള്ളത് ആ HP പമ്പിൻ്റെ അവിടെ ഇട്ടുള്ളത്. ഓരോ സ്പീഡാട്ടോ. അപ്പോൾ കാച്ചടിക്കൽ നിന്ന് നമ്മൾ വന്ന ഏരിയ ഒന്ന് ജസ്റ്റ് കാണിക്കുകയാണ്. മൊത്തത്തിൽ റൗണ്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഇപ്പോഴത്തെ കാച്ചടിയാണ്, 6 വരിപ്പാത വന്നതിന് ശേഷമുള്ള കാച്ചടിയുടെ ഇന്നത്തെ ഒരു അവസ്ഥ കണ്ടോളി. ആ ഭാഗത്തായിരുന്നു അങ്ങാടി. അപ്പോൾ അവിടുന്ന് റോഡിന് നേരെ ഈ ഭാഗത്തേക്ക് മാറ്റിയിട്ടാണ് റോഡ് വന്നുള്ളത്. അത് ചെറിയ ബൈപ്പാസ് എന്ന് പറയാൻ പറ്റില്ല, കുറഞ്ഞൊരു ഏരിയ അവിടെ ഒഴിവാക്കിയിട്ടുണ്ട് ഈ വളവ് നിർത്താൻ. എന്നാലും ചെറിയൊരു വളവുണ്ട് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇത്രയും വളവൊക്കെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ കരിമ്പിൽ കാച്ചടിൻ്റെ ഇടയിലുള്ള അണ്ടർപാസിൻ്റെ ആ ഏരിയ ആണ് കാണുന്നത്. അവിടെ എത്തിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ കാച്ചടി അങ്ങാടിയിലൊക്കെ എല്ലാവരും കണ്ടില്ലേ. ഇവിടെ ഒരു ഹോട്ടലിൻ്റെ ആയിരുന്നല്ലോ, ഹോട്ടലില്ലേ, അവിടെ തട്ടുകടയായി മാറി. നമ്മളെ താണിക്കൽ അദ്ദുവിൻ്റെ ടയറും കട, എന്താണ് ലൈഫ് ലൈൻ. നമ്മളെ സുഹൃത്ത് അദ്ദുവിൻ്റെ ടയറും കട കണ്ട്. ഇനി നമ്മൾ അണ്ടർപാസിലാണ്, കരിമ്പിൽ അണ്ടർപാസിൻ്റെ ആയിരുന്നു കാണിക്കാം. കരിമ്പിൽ അണ്ടർപാസ് എത്തിന് മുമ്പ് നമ്മളെ കാച്ചടി അങ്ങാടി ഒന്നും കാണിക്കണം. കാച്ചടി അങ്ങാടി ആ ഏരിയയാണ് കാണുന്നത്. ആ അണ്ടർപാസിൻ്റെ മുകളിൽ തന്നെ 2 ഏരിയയും കാണിക്കാൻ പറ്റും. കാരണം സെൻറ്ററിൽ അങ്ങോട്ട് പാസ് ചെയ്യാനുള്ള ഒഴിവിട്ടുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും കടന്ന് 2 ഭാഗം കൂടി കാണിച്ചിട്ട് കരിമ്പിലങ്ങാടിയിലാണ് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യൽ. അവിടുന്ന് കക്കാട് ഓവർപാസിൻ്റെ ആ ഏരിയയിൽ ഒന്ന് വീഡിയോ എടുത്തതിന് ശേഷം നമുക്ക് അവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇവിടുന്ന് കാച്ചടി ആ ഏരിയ ഒന്നുകൂടി നിങ്ങളെ കാണിക്കാം. കറക്റ്റ് ഇതാണ് കാച്ചടി. അങ്ങനെ റൗണ്ട് ചെയ്ത് കരിമ്പിൽ അണ്ടർപാസ്. അപ്പം ഇനി അണ്ടർപാസിന് മുകളിൽ നിന്നുള്ള കാഴ്ചയൊക്കെ ഒന്ന് കണ്ടുനോക്കാം. 2 സൈഡ് എടുത്ത് കാണിക്കാം. എത്രത്തോളം ഹൈറ്റിലാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ കാണിക്കാം. അപ്പോൾ നമുക്കറിയാം ഒരു അഡീഷണലായിട്ട് അനുവദിച്ചൊരു അണ്ടർപാസാണിത്. കാച്ചടി ആ ഏരിയയിൽ നിന്ന് ഇവിടെ ഈ ഭാഗത്ത് കാച്ചടിയും കരിമ്പിൻ്റെയും ഈ ഏരിയയിൽ ആദ്യം നല്ല താഴ്ന്നൊരു പ്രദേശമാണ്. അപ്പോൾ ചെറിയൊരു അണ്ടർപാസ് കൊടുക്കുമ്പോൾ തന്നെ ഏതായാലും മണ്ണിട്ട് ഉയർത്തല്ലേ, അങ്ങനെ ഒരു അണ്ടർപാസും വെച്ച് അതിൻ്റെ മുകൾ ഭാഗത്ത് മണ്ണിട്ട് കൊണ്ടുപോകുന്നത് KNRCയെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു അണ്ടർപാസ് നമ്മൾ കിട്ടിയിട്ടോ കരിമ്പിൽ. അല്ലെങ്കിൽ കരിമ്പിലുള്ളവർക്ക് ഇപ്പോൾ നമ്മളെ നേരെ ഓപ്പോസിറ്റിലേക്ക് വരണമെങ്കിൽ വെന്നീർ അണ്ടർപാസ് ചുറ്റി ാണ് വരുന്നത്. പരപ്പൻ ഓഡിറ്റോറിയത്തിൻ്റെ ആ ഏരിയ കൂടെ ഇങ്ങനെ ചുറ്റി വരുന്നത്. അപ്പോൾ ഈ അണ്ടർപാസ് ഉള്ളതുകൊണ്ട് കരിമ്പിലുള്ളവർക്ക് ഇങ്ങനെ കറങ്ങാം, അല്ലെങ്കിൽ കക്കാട് ഓവർപാസിന് ചുറ്റി വരണം. അപ്പോൾ ഏകദേശം കിലോമീറ്ററോളം ദൂരം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അണ്ടർപാസ് കിട്ടിയതുകൊണ്ട് എന്തായാലും കരിമ്പിൽ ഈ ഭാഗത്ത് താമസിക്കുന്നവർക്ക് പ്രദേശത്തുള്ളവർക്കൊക്കെ വളരെ സുഖകരമായിട്ട് അങ്ങോട്ടും പാസ് ചെയ്യാൻ പറ്റും.
അങ്ങനെ കരിമ്പിൽ അണ്ടർപാസിന് മുകളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് കരിമ്പിൽ അങ്ങാടിക്കും വന്ന കാച്ചടി ഏരിയയൊക്കെ മൊത്തത്തിലൊന്ന് റൗണ്ട് ചെയ്ത് കാണിച്ചിട്ട് ഞാൻ 2 സൈഡും നിങ്ങളെ കാണിക്കാം. എത്രത്തോളം ഐറ്റിലാണ് ഈ ഏരിയയിൽ വന്നിട്ടുള്ളതൊക്കെ നമുക്ക് കാണാം. ഇതാട്ടോ അണ്ടർപാസ്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ലെഫ്റ്റ് ഭാഗത്തെ ഏരിയ ഇത് കാണിക്കാം. സാധാരണ അവിടെ അണ്ടർപാസിനൊക്കെ ഒഴിവിട്ടിരുന്നു, ഇവിടെ ഇട്ടിട്ടില്ല. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ആ ഏരിയയിൽ കറക്റ്റ് എത്രത്തോളം ഹൈറ്റിലാണ് ഈ അണ്ടർപാസ് വന്നിട്ടുള്ളതെന്നൊക്കെ കാണാൻ പറ്റും. വണ്ടി വെക്കണേ എന്നിട്ട് മുറിച്ചടക്കുമ്പോഴേ നമ്മൾ എത്ര ദൂരമുള്ള വണ്ടി കയറി ഇവിടെ അടുത്തിട്ട് പെട്ടെന്ന് വണ്ടി അവിടുന്ന് വരുന്നില്ലാന്ന്, വണ്ടി എത്രത്തോളം ലോങ്ങിലാണ് നിൽക്കണമെന്നുള്ളത് അതനുസരിച്ച് നമുക്ക് ക്രോസ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. വാഹനങ്ങളെ വേഗത അത്രക്കും വേഗതയിലാണ് വരുന്നത്. നമ്മൾ വീഡിയോ എടുക്കണോണ്ട് വണ്ടികളൊക്കെ സ്ലോ ആക്കിയാണ് വരുന്നത്. ഈ ഏരിയ നോക്കി നല്ല ഹൈറ്റിലാട്ടോ. ഇനി കരിമ്പിൽ അങ്ങാടിയിലെത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ പൂക്കിപ്പറമ്പ്, വെന്നിയൂർ, കൊടിമരം, കാച്ചടി, കരിമ്പിൽ അണ്ടർപാസ്, വെന്നിയൂർ അങ്ങാടിയിലെത്തി സുഹൃത്തുക്കളെ. കരിമ്പിൽ ജുമാഅത്ത് പള്ളി, ഇവിടെയൊക്കെ കുറച്ച് ഹൈറ്റിൽ വന്ന സ്ഥലമാണ്. ആദ്യത്തെ റോഡ് നമുക്കറിയാം താഴ്ചയിലായിരുന്നു. അപ്പോൾ അണ്ടർപാസ് വന്നതോട് തന്നെ 2 സൈഡ് വാള് ബ്ലോക്കിൽ ഉയർത്തിയ ഏരിയയാണ്. നേരെ ലെഫ്റ്റ് ഭാഗം റൈറ്റ് സൈഡ് പൊതുവെ താഴ്ന്ന കുറച്ച് ഹൈറ്റുള്ളൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ കോൺക്രീറ്റ് വാളിലാണ് ആ ഏരിയയിൽ വന്നിട്ടുള്ളത്. അണ്ടർപാസിന് ആ ഭാഗത്ത് കുറഞ്ഞൊരു ഏരിയ ബ്ലോക്ക് ഉയർത്തി വന്നിട്ടുണ്ട്. അപ്പോൾ കരിമ്പിലങ്ങാടിയുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കരിമ്പിലങ്ങാടിയിൽ നിന്നും ജസ്റ്റ് സെൻട്രൽ ഭാഗത്തു നിന്ന് മൊത്തത്തിൽ പുതിയ കരിമ്പിലിൻ്റെ കച്ചവട സ്ഥാപനങ്ങൾ, ബിൽഡിംഗ് ഒക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചിട്ട് കക്കാട് ആ ഏരിയയിലേക്കൊന്ന് വീഡിയോ എടുത്തിട്ട് കരിമ്പിൽ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. അങ്ങനെ ഏകദേശം നടന്ന് നമ്മളിവിടെ എത്തി. ആദ്യമായിട്ടാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇങ്ങനൊരു വീഡിയോ കേട്ടോ, വാക്കിംഗ്, മോർണിംഗ് വാക്കിലും. അപ്പോൾ കരിമ്പിലങ്ങാടിയിൽ നിന്ന് കാച്ചടി ആ ഏരിയയിലേക്കുള്ളൊരു വ്യൂ ആണ്. കരിമ്പിലങ്ങാടിയിൽ നിന്നും കാച്ചടി ആ ഏരിയക്കുള്ളൊരു വ്യൂ ആട്ടോ നമ്മൾ കാണുന്നത്. കരിമ്പിൽ അങ്ങാടി, നമ്മളെ കരിമ്പിലങ്ങാടി ആട്ടോ ഈ കാണുന്നത് സുഹൃത്തുക്കളെ. ആദ്യത്തെ കരിമ്പിലങ്ങാടി ഈ ഭാഗത്തൊക്കെ കച്ചവട സ്ഥാപനങ്ങൾ, ഇവിടെ നിന്ന് തൊട്ട് സലഫി മസ്ജിദ് ആ ഏരിയ വരെ ബിൽഡിംഗ് കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നേരെ ഓപ്പോസിറ്റ് അതുപോലെ തന്നെ കുറേ ബിൽഡിങ്ങുകൾ പൊളിച്ച് ഇപ്പോൾ ചുള്ളിപ്പാറ റോഡിലേക്കാണ് സ്ഥാപനങ്ങളൊക്കെ വന്നിട്ടുള്ളത്. മാർക്കറ്റ് ചുള്ളിപ്പാറ റോഡായി മാറി. ആ ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ എത്തിയിട്ട് കാണിക്കാം. നമ്മൾ കരിമ്പിലങ്ങാടിൻ്റെ സെൻറ്ററിലെത്തിട്ടോ. കരിമ്പിൽ ഈ സൈഡ് എടുക്കുകയാണെങ്കിൽ ബിൽഡിംഗ് മാത്രമാണ് ഇനി ഇവിടെ ഉള്ളത്. അപ്പോൾ കക്കാട് ആ ഏരിയയാണ് കാണുന്നത്. കക്കാട് ഏരിയയാണ് കാണുന്നത്. നേരെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചാൽ ചുള്ളിപ്പാറ റോഡ്. ഇവിടെയാണ് ഇപ്പോൾ കാര്യം ബിൽഡിംഗ് ഒക്കെ ഉള്ളത്. ഞാൻ നേരെ ആ ഏരിയയിലെത്തിയിട്ട് കാണിക്കാം. ഇതാണ് ചുള്ളിപ്പാറ റോഡ്. അപ്പോൾ ചുള്ളിപ്പാറ റോഡ് ഒന്നുകൂടി കണ്ടോളി. നേരെ കരിമ്പിലങ്ങാടി. അപ്പോൾ ഗൈസ്, കരിമ്പിലങ്ങാടിയിൽ ഇപ്പോൾ അവശേഷിക്കുന്ന അന്നുണ്ടായിരുന്നൊരു മസാലക്കട പറഞ്ഞാൽ കാരാട്ട്. അപ്പോൾ ഗൈസ്, കരിമ്പിലങ്ങാടി എന്നുള്ള ഒരു വീഡിയോ മുൻപുണ്ടായിരുന്ന കാരാട്ട് സ്റ്റോറ് അതുപോലെ ഇവിടെ തന്നെയാണ്. ആദ്യം ഈ ഏരിയയിലായിരുന്നു. പിന്നെ KV കോത്തുമാട്ടൻ അവിടെ, അങ്ങനെ ചെറുകിട സ്ഥാപനങ്ങളും വലിയ സ്ഥാപനങ്ങളായിട്ട് നിരവധി സ്ഥാപനങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് ചുള്ളിപ്പാറ റോഡിലേക്കാണ് മാറിയിട്ടുള്ളത്.
അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്രാമ്പിപ്പള്ളി ഉണ്ടായിരുന്നത്. ഇവിടെ പുതിയതായിട്ട് വന്ന ഹോട്ടൽ അൽ മദീന. അങ്ങനെ നമ്മൾ ആലിൻചോട്, കരിമ്പിൽ ആലിൻചോട് ഭാഗമാണ് കാണുന്നത്. അപ്പോൾ ആ ഏരിയയിൽ അവിടെ നിന്ന് ജസ്റ്റ് കാണിക്കാം. നേരെ ഓപ്പോസിറ്റ് എടുത്താൽ റെയിൻബോ ബേക്കറി, സംഗം ഗുൾബാർ, സംഗം സ്റ്റൗ, ചപ്പാത്തി കമ്പനി. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ആലിൻചുവട് എന്നുള്ള കക്കാട് ഭാഗത്തേക്കുള്ള വീഡിയോ. അങ്ങനെ കരിമ്പിൽ ആലിൻചുവട് നിന്നിരുന്ന ആ ഭാഗത്ത് ഇവിടെ ഒരു 4 മരം ഉണ്ടായിരുന്നത്. അതുപോലെ ചീനി മരങ്ങൾ ഉണ്ടായിരുന്നു. സലഫി മസ്ജിദിന്റെ മുൻവശത്തൊക്കെ അതൊക്കെ വെട്ടിമാറ്റി റോഡായി, 6 വരിപ്പാതയുടെ റോഡായി. അതുപോലെ നേരം കണ്ടിരിച്ചാൽ ഇവിടെ സംസം ഫർദാസ് ഉണ്ടായിരുന്ന സ്ഥലമാണ് കേട്ടോ. ആദ്യം സംസം ഫർദ, അവിടെ ഫിനു ബാങ്കായി. അതുപോലെ ജൻസ ടെക്സ്റ്റൈൽസായി, നമ്മളെ റെയിൻബോ ബാക്ക്, അങ്ങനെ കുറഞ്ഞ കച്ചവട സ്ഥാപനങ്ങളും ഈ ഏരിയയിൽ. ബാക്കിയെല്ലാം ചുള്ളിപ്പാറ റോഡിലേക്ക് മാറി. കരിമ്പിൽ ഈ ഏരിയയിൽ ഇപ്പോൾ ഡിവൈഡറുള്ള സ്ഥലമുള്ള ക്യാപ്പ് ഉണ്ടല്ലോ, ഒക്കെ ഗ്രൈൻഡർ ചെയ്തതിന് ശേഷം ആ ക്യാപ്പൊക്കെ സിമെൻ്റ് ഇട്ട് അടച്ചു വരും കേട്ടോ. അവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കരിമ്പിൽ അങ്ങാടിയിൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വന്ന തുടക്ക ഭാഗത്തൊക്കെ ഇനി അതിൻ്റെ വർക്ക് നടക്കാനുണ്ട്. അങ്ങനെ കരിമ്പിൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കക്കാട് ഭാഗത്തേക്ക് തിരിച്ചാൽ ഇവിടെയാണ് എക്സിറ്റ്. നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് തൃശ്ശൂർ ഭാഗത്തുനിന്ന് നമ്മൾ കക്കാട് ഭാഗത്തേക്ക് സർവീസ് റോഡിന് കടന്ന പോലെ ഈ ഏരിയയിലാണ്. അതുപോലെ കരിമ്പിൽ ആ ഏരിയയിൽ നിന്ന് അങ്ങാടിയിൽ നിന്ന് സർവീസ് റോഡ് കടന്ന് വന്ന് മെയിൻ റോഡ് കോഴിക്കോട് ഭാഗത്തേക്ക് നേരെ അങ്ങോട്ട് തിരിച്ചാൽ ഓപ്പോസിറ്റിൽ നമ്മുടെ കക്കാട് ഭാഗത്ത് സർവീസ് റോഡിൽ നിന്ന് ഇങ്ങനെ മെയിൻ റോഡ് തൃശ്ശൂർ ഭാഗത്തേക്ക് ഉള്ളതാണിത്. അതുപോലെ കോഴിക്കോട് ഭാഗത്ത് നേരെ കരിമ്പിൽ അണ്ടർപാസിൻ്റെ ഭാഗത്തേക്ക് ആച്ചടി ആ ഏരിയയിൽ സർവീസ് റോഡ് ഇങ്ങനെ കയറി പോകാം. അപ്പോൾ അത് ഇവിടെയാണ് അതിനുള്ള എക്സിറ്റ് ഇടുന്നത്. അങ്ങനെ ഓരോ അങ്ങാടിയിലും സർവീസ് റോഡിന് മെയിൻ റോഡ് കയറാനുള്ള കിലോമീറ്റർ 2 കിലോമീറ്റർക്കുള്ളിൽ അതിനുള്ള സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കക്കാട് ഓവർപാസിൻ്റെ ആ ഏരിയയിൽ എത്തിയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ കക്കാട് ഓവർപാസിൻ്റെ ഈ ഏരിയയിൽ ഏകദേശം എത്താറായി. ഇവിടുന്ന് കരിമ്പിലങ്ങാടിക്കുള്ള ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെയൊക്കെ 2 ഭാഗത്തെ ബാരിയറിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ബ്ലോക്ക് ഉണ്ടാകുന്നത്. കാരണം സർവീസ് റോഡിൻ്റെ ആ ഭാഗത്ത് ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ വാഹന ഗതാഗതക്കുരുക്ക് പൊതുവെ ഒരു 10 മണിയായി രാവിലെ, അതുപോലെ വൈകുന്നേരമൊക്കെ നല്ല തിരക്കാട്ടോ. ഈ മെയിൻ റോഡ് 6 വരിപ്പാതയുടെ ഈ ഓവർപാസിന് അടിപ്പാതയിൽ വർക്ക് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ കക്കാടോ ഈ ഭാഗത്ത് ഇങ്ങനൊരു ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവില്ല, ബ്ലോക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ആളുകളൊക്കെ പൊതുവെ ഈ മെയിൻ റോഡ് റെഡിയാക്കിയതിന് ശേഷം ഈ സർവീസ് റോഡ് ഡ്രെയിനേജിൻ്റെ വർക്ക് ചെയ്തുകൂടെന്നൊക്കെ ആളുകളുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ ഏതായാലും ഇവിടെ ചളിവിളിയൊക്കെ ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ വൈകിയത്. അപ്പോൾ നമ്മൾ കക്കാട് ഓവർപാസിൻ്റെ ആ അടിപ്പാതനെ കാണുന്നത്. അവിടെ കഴിഞ്ഞ് മണ്ണെടുത്ത് മാറ്റാനുണ്ട്. അവിടെ മെയിൻ റോഡിനുള്ള മെറ്റൽ വർക്കുകളോ ആയിട്ടില്ല. അതുപോലെ ഇനി കമ്പാക്റ്റിങ് നടക്കാണ്ട്, മണ്ണ് കമ്പാക്റ്റിംഗ് ഒക്കെ ചെയ്യാണ്ട്. 2 ഭാഗത്തും സൈഡ് വാൾ ചുമരൊക്കെ താഴ്ത്തിയെടുത്ത് സിമെൻറ്റ് സ്പ്രേ വർക്കുകളും സോയിൽ നൈലിംഗ് ടെക്നോളജിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടിപ്പാതയുടെ 6 വരിപ്പാതയുടെ വർക്കാണ് നടക്കാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ അവിടുന്ന് കരിമ്പിൽ കക്കാട് ഓവർപാസ് വരെയുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.